ഓണം വരുന്നേ. ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം ടൈൽസ് പാർക്ക്, പായിപ്ര റോഡ്, ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് റോഡ്, കോതമംഗലം. മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന്റെ 1ാം വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജനറൽ ബോഡി യോഗം കനിവ് ജില്ലാ സെക്രട്ടറി NP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ആരംഭിച്ച കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ മൂവാറ്റുപുഴയുടെ 1ാം വാർഷിക ജനറൽ ബോഡി യോഗമാണ് നടന്നത്. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ജനറൽ ബോഡി യോഗം കനിവ് ജില്ലാ സെക്രട്ടറി NP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വർക്ക് കേന്ദ്രീകരിക്കുന്നത് ഗൃഹ കേന്ദ്രീകൃതമായി വീടുകളിൽ ദീർഘകാല രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരെ നേരിൽ കണ്ട് അവർക്ക് ശാശ്വതമായ എന്നുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ അവരുടെ പ്രതീക്ഷ ശാശ്വതമായ ചികിത്സ മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ താൽക്കാലികമാണ് കൊടുക്കുന്നത്. സാന്ത്വന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ദീർഘകാല രോഗമെന്ന് പറയുമ്പോൾ പനിയും തലവേദനയും ചുമയും അത്തരം കേസുകളിലെല്ലാം വൃക്കരോഗമുണ്ട്, പക്ഷാഘാതമുണ്ട്, ഹൃദയാഘാതമുണ്ട്, ഇനി അങ്ങേറ്റം പോയാൽ മറ്റ് മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം കാര്യങ്ങൾ. ഉയരങ്ങളിൽ നിന്നും വീഴ്ചയെ തുടർന്ന് വാഹന അപകടത്തെ തുടർന്നെല്ലാം നട്ടില് തകർന്നു പോയിട്ടുള്ളവർ, അരയ്ക്ക് കീഴ്പോട്ട് പാരലൈസ്ഡ് ആയിട്ടുള്ളവർ, പാരാപ്ലീജിയ സംഭവിച്ചവർ, മുകളിലേക്ക് ക്വാഡ്രാപ്ലീജിയ കുറച്ചുകൂടി ഉയരങ്ങളിൽ സംഭവിക്കും, നട്ടൽ സംഭവിക്കും, ക്വാഡ്രാപ്ലീജിയ അതെല്ലാം സംഭവിച്ച് കിടപ്പിലായി പോയവരുണ്ട്. അവർ കിടക്കുമ്പോൾ മേളിൽ കാണുന്ന ചുമര് അല്ലെങ്കിൽ ഭിത്തി മാത്രമേ കാണുന്നുള്ളൂ, മേൽക്കൂര മാത്രമേ കാണുന്നുള്ളൂ. അതൊരു കോൺക്രീറ്റ് വീടാണെങ്കിൽ ചൂട് അസഹനീയമായിരിക്കും. അല്ലാത്തിടങ്ങൾ ചിലപ്പോൾ മാറാലടിക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ടാവില്ല. ഈ രോഗി കിടക്കണം, മാറാലടിച്ചു കഴിഞ്ഞാൽ അവരുടെ മേത്തേക്ക് കൊണ്ട് അടിക്കണം തീരുമാനിക്കുകയാണ്. ഒരു മച്ചോ ഒരു മറയോ ഒന്നുമില്ലാതെ കിടക്കുകയും ചെയ്യുകയാണ്. ചിലപ്പോൾ ആ 8 കാലി കടന്നു പോകുമ്പോൾ മൂത്രം ഒഴിച്ചാൽ ഈ രോഗിയുടെ ദേഹത്ത് വീണിട്ടുണ്ടാവും. ആരോട് പറയാനവർ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന നൂറുകണക്കിനായ ആളുകൾ നമ്മുടെ ഈ ജില്ലയിലുണ്ട്. നമ്മളൊന്ന് ഈ സാന്ത്വന പരിചരണത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആർക്കാണ് സേവനം കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പം ആർക്ക് എന്നുള്ളതിന് കാര്യം എത്ര എണ്ണം വേണമെന്നുള്ളതാണ്. കനിവ് പ്രവർത്തനം ഏരിയ അതിർത്തിയിലാകെ വ്യാപിപ്പിക്കുവാൻ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഓഫീസ് ആരംഭിക്കുകയും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമാഹരിച്ച് ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും. തീരെ അവശരായ കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിലെത്തി പരിചരിക്കുന്ന ഹോം കെയർ ടീമിനെ എല്ലാ മേഖലയിലും സജ്ജമാക്കും. കനിവ് ഫിസിയോതെറാപ്പി സെന്ററിനനുബന്ധമായി സൗജന്യ ഡയാലിസിസ് സെന്റർ ഭാവിയിൽ ആരംഭിക്കാനും തീരുമാനമായി. കനിവ് പ്രവർത്തനങ്ങൾക്കാവശ്യമായ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പൺ വിൽപ്പനയുടെ ഉദ്ഘാടനം പായിപ്ര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിദ ടീച്ചറിന് നൽകി NP ഉദയൻ നിർവഹിച്ചു. വീടുകളിലും കടകളിലും സ്ഥാപിക്കുന്ന കനിവ് സ്നേഹനിധി ബോക്സ് ട്വിൻസ് ബേക്കറി ഉടമ EA സക്കീറിന് നൽകിക്കൊണ്ട് MCS ഹോസ്പിറ്റൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM ഇസ്മയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മേരി ജോർജ് തോട്ടം കനിവിന് സ്പോൺസർ ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്റർ കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൊയ്തീൻ ഏറ്റുവാങ്ങി. പാലിയേറ്റീവ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മാത്യു നുമ്പേലിൽ, ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത്, കനിവ് സെക്രട്ടറി ജയപ്രകാശ്, ചെയർമാൻ MA സഹീർ, CPIM ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ, കനിവ് ട്രഷറർ VK ഉമ്മർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. MA സഹീറിനെ ചെയർമാനായും KN ജയപ്രകാശ് സെക്രട്ടറിയായും VK ഉമ്മർ ട്രഷററായുമുള്ള 25-അംഗ ഭരണസമിതിയെയും ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.